സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും ബിഗ് താങ്ക്സ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റത്തെ ആ ഒരു പെർസിസ്റ്റിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ബിഗ് താങ്ക്സ്. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല പെർസിസ്റ്റ് എന്താണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോയിൽ പെർസിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതാർക്കും അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് പേര് എന്നോട് ചോദിച്ചു എന്താണ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർസിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് എന്ന് പറയാൻ കാരണം എൻ്റെ മനസ്സിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അതിൽ ഒരു ഇനീഷ്യൽ ഒരു പ്ലാൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ക്ലോത്തിങ് ഞാൻ വന്ന് എത്തിയിട്ടുള്ളത്. സോ പെർസിസ്റ്റ് എന്ന് പറയുന്നത് അറ്റ് ദ മൊമെൻറ്റ് ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ്. പക്ഷേ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്, അത് കൊണ്ടുവരണം പതുക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെർസിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡാണെന്ന് പറയാൻ കാരണം. പെർസിസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഒരേ മൈൻഡ് സെറ്റിലുള്ള ഒരേ വിഷൻ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബേസിക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അത് ആ ഒരു ബ്രാൻഡിൻ്റെ ബേസിക് എന്ന് പറയുന്നത് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, ഫിറ്റ്നസ്, പിന്നെ അതുപോലെ ഫെയ്ത്ത്. ഈ മൂന്നും ഇതാണ് പെർസിസ്റ്റിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഈ ഒരു 3 കാര്യങ്ങൾ അവരുടെ ലൈഫ് സ്റ്റൈലിലുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു 3 കാര്യത്തിലേക്ക് ഒരാൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പെർസിസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡ്. അല്ലാണ്ട് സാധാ ഒരു എന്താ പറയുക ഒരു ഫാസ്റ്റ് മൂവിങ് ഫാഷനായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഒരുപാട് ഫാഷൻ ട്രെൻഡി ഫാഷൻസ് അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള ഒരു ബ്രാൻഡല്ല പെർസിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പെർസിസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് ഫസ്റ്റ് ക്ലോത്തിങ് ഫോക്കസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരാളെ കാണുന്നത് അവരെ ക്ലോത്തിങ്ങിൽ കൂടെ അതാണ് അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവരെ ക്ലോത്തിങ് പിന്നെ അവരെ ഔട്ട്ഫിറ്റാണ് നമ്മൾ ഒരാളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ഒരു പെർസിസ്റ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇട്ട് നടക്കുമ്പോൾ മറ്റൊരാൾക്ക് മനസ്സിലാവണം ഈ ആള് ഈ ഒരു മൈൻഡ് സെറ്റിലുള്ളതും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വിഷനും ഇതുപോലെ ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് ഇതിലൊക്കെ ഉള്ള ഒരാളായിരിക്കും ആ ഒരു പെർസിസ്റ്റ് ഇട്ട് നടക്കാന്ന്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവര്. അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും പെർസിസ്റ്റിന്റെ യൂസേഴ്സ്. അപ്പൊ ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് യങ്സ്റ്റേഴ്സിനെയും പിന്നെ അതുപോലെ തന്നെ ഒരേ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരെയും ഒരുമിച്ച് കൂട്ടി ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കലും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ബ്രദർഹുഡ് ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു ബ്രാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനും സെൽഫ് ഡെവലപ്മെന്റ് കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡായിട്ടാണ് പെർസിസ്റ്റിനെ ഞാൻ കാണുന്നത്.